സ്പെഷ്യൽ ഡിബേറ്റ് തുടരുകയാണ്. ഉല്ലാസ് ബാബു, ഇങ്ങനെ പോവുകയാണെങ്കിൽ കെ പോലീസിനെ ജി പോലീസ് എന്ന് പുനർനാമകരണം ചെയ്യേണ്ടി വരും, ഗുണ്ടാ പോലീസ് എന്ന് പുനർനാമകരണം ചെയ്യേണ്ടിയിരിക്കുന്നു. ശ്രീ അനിൽ നമ്പ്യാർ, നമ്മൾ ഇതിനു മുൻപും ഈ വിഷയം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഗുണ്ടകൾ ഭരിക്കുന്ന നാട്ടിൽ പോലീസും ഗുണ്ടകളാകുമെന്നുള്ളത് നിങ്ങൾ വ്യക്തമാക്കി മനസ്സിലാക്കണം. അതായത് ഗുണ്ടാരാജ് നടപ്പിലാക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമങ്ങളുടെ തലവനായിട്ടുള്ള ഒരു വ്യക്തി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ ആ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നവരുടെ കീഴിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ അങ്ങനെയാവണമെന്നേ. ഇപ്പോ നേരത്തെ ബഹുമാനായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ, മുൻ റിട്ടയർഡ് SP, അദ്ദേഹം പറഞ്ഞല്ലോ, അനുദിനം ഓരോ ദിവസവും നമുക്ക് കണ്ണിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് പലതും ചർച്ചയാവാത്തതെന്ന് അറിയാമോ? ഇതിനകത്തുള്ള പോലീസ് സംവിധാനവും ഗുണ്ടാ സംവിധാനവും ഭരണ സംവിധാനവും ചില മാധ്യമ പ്രവർത്തകരും കൂടിയിട്ടുള്ള സഹായ മുന്നണി കാരണമാണത് പലതും വിഷയമാകാത്തത്. പത്രമാധ്യമങ്ങളിൽ എന്നും വരുന്നുണ്ട്. ഇന്നതേ രണ്ട് ഭാര്യമാരെ ഭർത്താക്കന്മാർ വെട്ടിക്കൊന്നിട്ടുണ്ട്, ഒരു സ്ഥലത്തും മറ്റു സ്ഥലത്തുമായിട്ട്. അങ്ങനെ എത്രയെത്ര പ്രശ്നങ്ങൾ നടക്കുന്നു. ഗുണ്ടാക്രമണം, കഞ്ചാവ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇതിനൊന്നും നടപടിയെടുക്കാൻ സാധ്യമാകാതെ പകച്ചു നിൽക്കുന്ന ആഭ്യന്തര വകുപ്പിനോട് നമ്മൾ ഇനി എന്താണ് ചെയ്യുന്നത്? ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങും, ജനങ്ങൾ ഇവരെ പിടിച്ചു കിട്ടും. ഈ പോലീസ് ഉദ്യോഗസ്ഥർ വിചാരിച്ചാൽ ഒരു ചൂക്കും ചുണ്ണാമ്പും നടക്കാൻ പോകുന്നില്ല. കാരണം എന്താണെന്നറിയോ? അവരുടെ മൂത്താപ്പന്മാർ ഇവരുമായിട്ട് ബന്ധമുണ്ടാവും. മോഹൻസൺ മാവുങ്ങളുടെ അവിടെ പോയിട്ട് വടിയും പിടിച്ചിട്ട് ഡാൻസ് കളിച്ച പോലീസ് തലവനെയും നമുക്കറിയാം, അതിന്റെ തൊട്ട് കീഴിലുള്ള ആൾക്കാരെ അറിയാം. പിന്നെ അതിന്റെ കീഴിലുള്ളവരെ എങ്ങനെ നൽകുന്നു? ഉത്തരം വളഞ്ഞു കഴിഞ്ഞാൽ പരിപൂർണമായി പട്ടികയും വളയും, ഒരു സംശയവും വേണ്ട. കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയ സംവിധാനം അധികാര കസേരയിൽ വന്നതിന് ശേഷം ഇന്നു വരെ ഈ സമൂഹത്തിൽ നടന്നിട്ടുള്ള ഓരോ അക്രമങ്ങളും പരിശോധിച്ചാൽ അതിന്റെ പുറകിൽ ഒരു ഏരിയ സെക്രട്ടറിയുടെ കൈ ഉണ്ടാവും, അതിന്റെ പുറകിൽ ഒരു ബാങ്ക് സെക്രട്ടറി ഉണ്ടാവും, അതിന്റെ പുറകിൽ ഒരു ലോക്കൽ സെക്രട്ടറി ഉണ്ടാവും. ഇതൊന്നുമില്ലെങ്കിൽ ഒരു ജില്ലാ കമ്മിറ്റി അംഗം ഉണ്ടാവും, ഇല്ലെങ്കിൽ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം ഉണ്ടാവും. നിങ്ങൾ എഴുതി വെച്ചോ, ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ കീഴിൽ അവർ വെള്ളവും വളവും കൊടുത്ത് വളർത്തുന്ന ഗുണ്ടകളാണ് ഇവിടെ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് വേറൊരു ഗുണ്ടയോട് പറഞ്ഞത്, നിങ്ങൾക്ക് അറിയാലോ, പത്രത്തിൽ വന്ന വിഷയമാണ്. എന്താ, തോക്ക് ചൂണ്ടിയത് ഇന്നവനാണോ എങ്കിൽ ഓടിക്കോളാൻ പറഞ്ഞെന്ന് പോലീസ് ഓഫീസർ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, കേരളത്തിൽ പറയണം, തോക്ക് ചൂണ്ടിയവനെ ഇന്ന പേരാണെന്ന് കണ്ടാൽ ഓടിക്കോളാൻ. ഉടനടി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുമ്പോൾ അവിടെയുള്ള ഒരു നേതാവ് ഇടപെടുന്നു. നോക്കുമ്പോൾ ആലപ്പുഴയിലുള്ള മറ്റൊരു നേതാവിന്റെ കീഴിൽ ഉപ്പിട്ടിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന, വെള്ളം കുടിച്ചെടുക്കുന്നവനാണ് ഈ ഗുണ്ട. സ്വാഭാവികമായിട്ട് ആ ഗുണ്ട ഒന്ന് പിൻവലിപ്പിക്കാൻ ഈ നേതാവിനോട് വിളിച്ചു പറയുന്നു, പോലീസ് ഒന്നുമല്ലെന്നേ, നിയമ സംവിധാനവും പോലീസും ഒന്നും കേരളത്തിൽ ഒന്നുമല്ല. തനി തെമ്മാടികൾ വാഴുന്ന നാടായി ഭരണ സംവിധാനത്തിലും അതുപോലെ നിയമപാലനത്തിലും പോലീസും അധികാരവർഗവും മാറുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിൽ ഇത് ഇന്നലെയും തുടങ്ങിയതല്ല. കഴിവില്ലാത്ത, നട്ടല്ലില്ലാത്ത, വ്യക്തിത്വമില്ലാത്ത വ്യക്തികൾ ഈ നാട് ഭരിച്ചാൽ ഈ സമൂഹത്തിനകത്ത് ഇതുപോലെയുള്ള അരക്ഷിതാവസ്ഥയും അരാജകത്വവും ഒക്കെ ഉണ്ടാവും. ഈ ഗുണ്ടാ പ്രവർത്തനം ചെറു കുട്ടികളിലേക്കാണ് വരുന്നത്. കുട്ടികൾ കാണാതാവുന്നു പല സ്ഥലത്തും. നിരവധി പെൺകുട്ടികൾ മിസ്സിംഗ് ആവുന്നു, നിരവധി പെൺകുട്ടികൾ ബലാത്സംഗത്തിനിടയാവുന്നു. അച്ഛൻ അമ്മയെ കൊല്ലുന്നു, അമ്മ അച്ഛനെ കൊല്ലുന്നു, മക്കൾ എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൊല്ലുകയാണ്. വഴിയിൽ വണ്ടി തടഞ്ഞു നിർത്തി വെട്ടിക്കൊല്ലുകയാണ്, വീട്ടിൽ കയറി വന്ന് വെട്ടിക്കൊല്ലുകയാണ്. വെട്ടിപ്പലിശക്കാർ, MLM കമ്പനികൾ, ഈ മണി ചെയിൻ ആളുകൾ, ഇനി ക്രിപ്റ്റോ കറൻസി തട്ടിപ്പുകാർ, ഇവരൊക്കെയായിട്ട് നെക്സസ് ഉണ്ട്. ആർക്ക്? ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ഈ ഇടതുപക്ഷ ഭരണ സംവിധാനത്തിലുള്ളവർക്കും. ഇതിനെ ഒന്നും പിടിച്ചു നിർത്താൻ, ഇതിനെ ഒന്നും കൂച്ചുവിലങ്ങിടാൻ ഇടതുപക്ഷ രാഷ്ട്രീയ സംവിധാനത്തിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന പിണറായി വിജയന് സാധ്യമാകില്ലെങ്കിൽ അദ്ദേഹം ദയവ് ചെയ്ത് ഈ നാടിനോട് മാപ്പ് പറഞ്ഞൊന്ന് ഇറങ്ങിപ്പോവാനുള്ള മാന്യതയെങ്കിലും കാണിക്കണം. അല്ലാതെ ഈ നാടിനോട് അദ്ദേഹത്തിന് അതെങ്കിലും ചെയ്യാൻ പറ്റണ്ടേ? വേറെ ഒന്നും ആളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഈ ജനങ്ങൾ പരസ്പരം തമ്മിത്തല്ലി നശിക്കുക, അവരെ കൊല്ലുക, അവരെ ഭീഷണിപ്പെടുത്തുക, ബോംബെറിയുക, ഇതിനെയൊക്കെ ഒരു നാണവുമില്ലാതെ അതിനൊക്കെ അംഗീകരിച്ച് നാളെ മീറ്റിംഗ് നടത്തുണ്ടത്രേ. നാളെ മീറ്റിംഗ് അല്ല നടത്തേണ്ടത്. ഒരു ഫോൺ എടുത്തിട്ട് എല്ലാ DGPയെ വിളിച്ച് ബാക്കി എല്ലാ ജില്ലാ തലവന്മാരെയും വിളിച്ച് പറയണം, ഗുണ്ടാ വിളയാട്ടം നടത്തുന്ന തെമ്മാടികളെ 24 മണിക്കൂറിനകത്ത് ജയിലിനകത്തേക്ക് കൊണ്ടുവിടാനുള്ള സംവിധാനം, പോലീസ് സംവിധാനം നടപ്പിലാക്കണമെന്ന് പറയാൻ ആർജവും നട്ടലും പിണറായി വിജയൻ കാണിച്ചാൽ തീരാവുന്ന വിഷയമുള്ളൂ. ഇത് വിജയൻ കാണിക്കൂല. കാരണം അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നേതാക്കന്മാരാണ് അതിന്റെ ഒക്കെ പുറകിൽ. അതാണ് അതിന്റെ പ്രശ്നം. കോൺഗ്രസ് വക്താവ് രാജു പി നായർ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. രാജു പി നായർ, അങ്കമാലിയിൽ ഗുണ്ടാ നേതാവ് വിരുന്ന് സംഘടിപ്പിക്കുന്നു. ആ വിരുന്നിൽ ആലപ്പുഴ DYSP അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നു. 2 പോലീസ് ഉദ്യോഗസ്ഥരെ
ഇതിനകം സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ പങ്കെടുത്ത DYSP അദ്ദേഹം ഈ 31-ാം തീയതി സർവീസിൽ നിന്ന് വിരമിക്കേണ്ട ആളുകളാണ്. നാളെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ ഗുണ്ടകളെ എങ്ങനെ അമർച്ച ചെയ്യാം എന്നതിനെക്കുറിച്ച് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണ്. സംസ്ഥാനത്ത് ഗുണ്ടകളും പോലീസും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം അത് വീണ്ടും മറനീക്കി പുറത്തു വന്നിരിക്കുന്നു. രാജു പി നായർ, പ്രതിപക്ഷം എങ്ങനെ കാണുന്നു ഈ വിഷയത്തെ? ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇല്ല. പക്ഷെ ഗൗരവത്തോടെ കാണുന്നത് ജനങ്ങൾ മാത്രമാണെന്നുള്ളതാണ്. ഈ സർക്കാർ ഈ വിഷയത്തെ ഗൗരവത്തോടുകൂടി കാണുന്നില്ല എന്നുള്ളതിന്റെ തെളിവുകളാണല്ലോ ഇതെല്ലാം. പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ കേരളം ഒരു ഗാങ്സ്റ്റർ സ്റ്റേറ്റ് ആയിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഈ നാട്ടിൽ മുഴുവൻ ഗുണ്ടകൾ വിഹരിക്കുന്ന ഒരു നാടായിട്ട് മാറി. നിയമവ്യവസ്ഥയോട് യാതൊരു വിധത്തിലുള്ള ഭയവുമില്ലാത്ത കുറെ ഗുണ്ടകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഭരണം പോലെ ഇത് മാറിയിരിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഗുണ്ടകളെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചയിൽ TV ചാനലുകളിൽ ഗുണ്ട വന്നിരുന്ന് സംസാരിക്കുകയാണ്. ഈ പറയുന്ന ഫൈസൽ അല്ലെ, തമ്മനം ഫൈസൽ, അദ്ദേഹം പോലും ഒരു ചാനലിൽ വന്ന് പരസ്യമായിട്ട് ഇന്റർവ്യൂ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. ഈ ഗുണ്ടകൾക്ക് തങ്ങളുടെ കുറ്റകൃത്യങ്ങളെ കുറിച്ചും തങ്ങളുടെ വീരകഥകളെ കുറിച്ചും ഒക്കെ പറയാൻ ന്യൂസ് ചാനലുകളിൽ വന്നിരുന്ന് പറയാൻ പോലും മടിയില്ലാത്ത ഒരു കാലമായിട്ട് കേരളത്തിലെ പിണറായിയുടെ കാലം മാറിയിരിക്കുകയാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല. കേരളത്തിലെ പോലീസിനെ മുഴുവൻ ക്രിമിനൽ വൽക്കരിച്ചതിന്റെ ആദ്യത്തെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. കേരളത്തിന്റെ ഹൈക്കോടതിയിൽ തന്നെ മുഖ്യമന്ത്രി ഈ പോലീസ് സംവിധാനം കേരളത്തിൽ പോലീസുകൾ ഉള്ള ക്രിമിനലുകളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എന്ത് നടപടി ഈ പോലീസിനകത്തുള്ള ക്രിമിനലുകൾക്കെതിരെ എടുത്തു എന്ന് പറയാൻ ഇതുവരെ ഈ സർക്കാർ തയ്യാറായിട്ടില്ല. ക്രിമിനലുകൾ മൊത്തം കോൺഗ്രസിനകത്തേക്ക് ഇതിനൊക്കെ പോലീസിനകത്തേക്ക് കടത്തിവിടുന്ന ഒരു സംവിധാനമായിട്ട് പോലീസ് സംവിധാനം മാറിയില്ലേ. നമ്മുടെ ഇവിടെ യൂണിവേഴ്സിറ്റി കോളേജിൽ അഖിൽ എന്ന് പറഞ്ഞൊരു കുട്ടിയെ കൊലപ്പെടുത്താൻ അല്ലെങ്കിൽ നെഞ്ചത്ത് കത്തുകുത്തിയെ തോന്നുണ്ടായ സംഭവങ്ങൾ നമുക്കറിയാം. ശിവരഞ്ജിത്ത് ഉൾപ്പെടെയുള്ള പോലീസിന്റെ റാങ്ക് ലിസ്റ്റിലേക്ക് PSC ഇതിനകത്ത് ആൾമാറാട്ടം നടത്തി എഴുതിയ കഥകൾ വരെ നമുക്കറിയാം. അപ്പൊ ഇവരെല്ലാം പോലീസിനകത്തേക്ക് പോലും ഇത്തരത്തിലുള്ള CPMന്റെ ആൾക്കാരെ, ക്രിമിനലുകളെ കടത്തിവിടുന്ന ഒരു സംവിധാനം പോലെ പോലീസ് സംവിധാനം മാറിയിരിക്കുക. നമ്മുടെ കോളേജിനകത്തെല്ലാം നടക്കുന്ന സംഘടനകളിൽ പോലും CPM ആ SFIയുടെ നേതാക്കന്മാരെ സംരക്ഷിക്കുന്നത് അടുത്ത തലമുറ ഗുണ്ടകളെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ വളർത്തിയെടുത്ത് കുറെ പേരെ പോലീസിനകത്തേക്ക് കടത്തിവിടും, കുറെ പേരെ ബോംബ് എറിയാൻ വിടും എന്നുള്ള സാഹചര്യത്തിൽ ബോംബ് ഉണ്ടാക്കുന്നവരെ പോലും രക്തസാക്ഷികളാക്കി ചിത്രീകരിക്കുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടി ഭരിക്കുന്ന കാലത്ത് മറ്റെന്തും ഉണ്ടാവാനാണ്. ഇന്ന് ഗുണ്ടാ വിളയാട്ടം എന്ന് പറയുന്നത് വളരെ സുഖമായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒന്നായിട്ട് മാറിയിരിക്കുന്നു. ഒരു പോലീസ് സംവിധാനത്തെയും ഭയക്കാതെ, ഒരു നീതിന്യായ വ്യവസ്ഥയെയും ഭയക്കാതെ തങ്ങളുടെ രീതിയിൽ പ്രവർത്തനം നടത്താനുള്ള എല്ലാ സാഹചര്യവും കേരളത്തിൽ പിണറായിയുടെ പോലീസിന്റെ കീഴിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, കുറച്ചു നാളുകൾക്ക് മുമ്പാണ് കോട്ടയത്ത് ഒരു ഗുണ്ടയെ കൊന്ന് ആ ഗുണ്ടയെ കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ കൊണ്ടുവന്നിടുകയും അതിനുശേഷം അരമണിക്കൂർ ആ ഗുണ്ടകൾ അവിടെ നിന്ന് കൊലവിളി നടത്തിയതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പോലീസ് വാതിലടച്ച് സ്റ്റേഷനകത്തിരുന്നു. ഗുണ്ടകൾ കൈകാര്യം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോയി. തിരുവനന്തപുരം പട്ടണത്തിൽ നമുക്കറിയാം, ഒരാളെ മർദ്ദിച്ചത് അയാളുടെ കാല് വെട്ടിയെടുത്ത് പരേഡ് നടത്തിയ സംവിധാനം ഉണ്ടായി. ഒരു സ്ഥലത്തും പോലീസിനെ പോലും ഭയമില്ലാത്ത രീതിയിലേക്ക് മാറി. കാരണം പോലീസിനകത്ത് മുഴുവൻ ഈ ഗുണ്ടകൾക്ക് വലിയ സൗകര്യം ചെയ്തു കൊടുക്കുന്ന സംവിധാനമാണ് ഉള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പൊ വന്ന വാർത്ത. ഈ അനന്തമജ്ഞാതം അവർണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കിൽ എങ്ങാണ്ട് ഇടത്തിരുന്ന് നോക്കുന്നവർക്കും കണിയന്തറിഞ്ഞു എന്ന് പറഞ്ഞ അവസ്ഥയിലാണ്. ഇത് നമ്മൾ കണ്ടതാണിത്. ഈ കണ്ടതിനപ്പുറം എന്തെല്ലാം നടക്കുന്നു എന്നുള്ള, കാരണം നമ്മളുടെ മുന്നിലുള്ള ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത് ഗുണ്ടകൾക്ക് പോലീസുകാരെക്കാൾ കൂടുതൽ ആത്മവിശ്വാസത്തോടെ ഈ നാട്ടിലിറങ്ങി കൊലപാതകം നടത്താനും ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ നടത്താനും കഴിയുന്നതാണ്. അപ്പൊ എത്രമാത്രം ഡീപ്പായിട്ട് ആഴത്തിൽ ഈ ഗുണ്ട പോലീസ് ബന്ധം വളർന്നിരിക്കുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ്. ഇതിനെ ഒന്നും തടയിടാൻ പിണറായിയുടെ സർക്കാരിന് കഴിയുന്നില്ല. പോലീസിന്റെ ആത്മവീര്യം ചോരുമെന്ന് പറഞ്ഞുകൊണ്ട് പോലീസിലെ ക്രിമിനലുകൾക്കെതിരെ നടപടിയെടുക്കാതിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി ചോദിച്ചത്, നിങ്ങൾ പോലീസിന് ആത്മവീര്യം കുറയുമെന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനകത്തെ ക്രിമിനലുകൾക്കെതിരെ ഒരു നടപടിയും എടുക്കാതിരുന്നാൽ എങ്ങനെ ശരിയാവും എന്ന് ചോദിക്കുകയാണ്. കാരണം ഇതിനകത്തെല്ലാം ഇവർക്ക് രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട്. ഈ പറയുന്ന എല്ലാ സ്ഥലത്തും പിണറായിയുടെ അജണ്ടകൾ നടപ്പാക്കാൻ വേണ്ടിയുള്ള ഉപകരണങ്ങളായിട്ട് പോലീസിനെ മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് പിണറായിക്കും ആഭ്യന്തരമന്ത്രി വകുപ്പിന്റെ തലപ്പത്തിരിക്കുന്നവർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിലേക്ക് കയ്യിൽ നിന്ന് അഴിഞ്ഞുപോയ സാഹചര്യത്തിലാണ്. ഈ നാട്ടിലൊരു ഭരണമില്ല. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, സർക്കാർ എവിടെ?
എവിടെയാണ് സർക്കാർ? പോലീസിന്റെ വീട്, പോലീസ് വന്നിട്ട് ഗുണ്ടകളുടെ വീട്ടിൽ വിരുന്ന് സൽക്കാരം നടക്കുന്നു. അത് കഴിഞ്ഞ് പോലീസ് വരുമ്പോഴത്തേക്ക് അവിടെ അറിയാതെ പോലീസ് വന്നപ്പോഴത്തേക്ക് DYSP വിളിക്കുന്നത് ബാത്റൂമിനകത്താ. നമ്മൾ സിനിമകളിൽ കാണുന്ന കോമഡി രംഗങ്ങളെ പോലെ ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്തിന്റെ നിയമനിർവഹണം അവസ്ഥയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ എന്താണ് ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് സംശയമാണ്. യെസ്, താങ്കൾ പറഞ്ഞതോട് 100% ഞാൻ യോജിക്കുന്നു. രാജു പി നായർ സിനിമകളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. SI വരുന്നു, ഗുണ്ടയെ പിടിക്കാൻ വേണ്ടി വരുന്നു, ആ സമയത്ത് ഗുണ്ടയുടെ വീട്ടിൽ ഒളിച്ചിരിക്കുന്ന പിന്നെ DYSPയെ കാണുന്നു. ഇതൊക്കെ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ശ്രീ ജോർജ് ജോസഫ്, ഒരു നിമിഷം ഉല്ലാസ് ബാബു. ശ്രീ ജോർജ് ജോസഫ്, ഇപ്പോൾ രാജു പി നായർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഗുണ്ടകളുടെ ആത്മവിശ്വാസം ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇറങ്ങിയല്ലോ, തൃശ്ശൂരിലെ ഒരു ഗുണ്ട ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി, അതിനുശേഷം ഒരു റീല് പുറത്തിറങ്ങിയല്ലോ. അത് പിന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തു. അവൻ മാധ്യമങ്ങളോട് പറയുന്നത് എന്താ, അവിടുത്തെ പോലീസുകാരൊക്കെ പാവമാണെന്ന്, അവിടെയുള്ള നാട്ടുകാരെ എന്തെങ്കിലും പ്രശ്നം പരിഹരിക്കാൻ ഞങ്ങളെയാണ് സമീപിക്കുന്നത്, പോലീസുകാർ എല്ലാം വളരെ ശുദ്ധന്മാരാണ്, അവർ ഞങ്ങളുമായിട്ട് നല്ല ഡീലിംഗ് ആണെന്നാണ് പറഞ്ഞു വരുന്നത്. നോക്കൂ, ഇതാണ് ആത്മവിശ്വാസം. ഈ ആത്മവിശ്വാസം പകർന്നു കൊടുക്കുന്നത് ആരാണ്? ഇത് നമ്മൾ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കണമെന്നാണ് ഞാൻ പറയണത്. കാരണം ഇവിടെ 3ഉം 4ഉം ഈ പൊളിറ്റിക്കൽ കേസുകളായാലും എന്ത് കേസായാലും ഒന്നിൽ കൂടുതൽ അബദ്ധവശാൽ ഒരു കേസിനകത്ത് പ്രതിയായ ഒരാളെ തീർച്ചയായിട്ടും പോലീസിലെടുത്തു. പക്ഷേ 2ഉം 3ഉം 4ഉം കേസ് അവർ സാക്ഷികളെ ക്യാൻവാസ് ചെയ്ത് ആ കേസ് കോടതിയിൽ അക്യൂറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർ പോലീസ് വീണ്ടും ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് കയറുകയാണ്. ഇത് ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ ഒരു ക്രിമിനൽ കേസ് ഉണ്ടായിരുന്നെങ്കിൽ അയാൾക്ക് അൺഫിറ്റ് ടു ദ ഡിപ്പാർട്ട്മെൻറ്റാണ്, ഒരിക്കലും ആ ഡിപ്പാർട്ട്മെൻറ്റിൽ കയറാൻ പറ്റില്ല. അതിപ്പം വന്ന് ഈ ഒരു 3ഉം 4ഉം 5ഉം കേസുള്ള ലോ ആൻഡ് ഓർഡർ കേസുകളുള്ള വെട്ടും കുത്തും നടത്തിയവരൊക്കെ പോലീസ് വരികയാണ്. അവർക്കിത് കാണുമ്പോൾ അവർക്ക് വലിയ നിസ്സാരമായിട്ടാണ് തോന്നുന്നത്. നമുക്കിട്ടൊരു വെട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്കത് മനസ്സിലാവുള്ളൂ എത്ര വേദനയാണ് നമുക്ക്, കുടുംബത്തിനും അതൊന്നും ഇവർക്ക് പ്രശ്നമല്ല. അതുകൊണ്ട് അത് പോലീസിന് ഒരു കൃത്യമായി PSCയും പോലീസും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒന്നിൽ കൂടുതൽ കേസിനകത്ത് ഉൾപ്പെട്ടവരെ ഒരിക്കലും അക്യൂറ്റ് ചെയ്താലും ശരി കേരളത്തിൽ എടുക്കരുത്. നേരത്തെ രാജു പി നായർ പറഞ്ഞു, ഞാനത് പണ്ട് പറഞ്ഞിട്ട് എനിക്ക് ഒത്തിരി വിമർശനം കിട്ടിയ ആ കോട്ടയത്തെ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കൊച്ചിനെ കാണാതെ പോയി അമ്മ വിളിച്ച് കരഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവനെ കൊന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് എറിഞ്ഞ്, ഞാൻ അന്ന് പറഞ്ഞ് വെടിവെക്കാത്ത എന്തെന്ന്. അത് അങ്ങേർക്കത് പറയാം, ഞങ്ങൾക്ക് കുട്ടികളെ വളർത്തണം. അവരെയൊക്കെ പോലീസിൽ അൺഫിറ്റാണ്. തമിഴ്നാട്ടിലെ പോലീസ് നമ്മൾ കണ്ടുപിടിക്കണം. തമിഴ്നാട്ടിൽ പല സ്ഥലത്തും ഗുണ്ടകളെ വെടിവെച്ചിടുന്ന കാണുന്നുണ്ട്. പോലീസിനകത്ത് അധികാരമുണ്ട്, അതെന്താ വിനിയോഗിക്കാത്ത? കാലും കൈയും വെട്ടുന്ന ഒരു ഗുണ്ടയെ കണ്ടാൽ തീർച്ചയായിട്ടും പോലീസിനെ വെടിവെച്ച് താഴെ ഇടണം. എന്തുകൊണ്ടാണ് അവർ ചെയ്യാത്തത്? എനിക്ക് മനസ്സിലാവും. അധികാരമുണ്ട് പോലീസിന്. കാരണം ഒരു ഗ്രീവിയസ് ആക്ടോ ഒരാളുടെ സ്വത്തിന് എന്തെങ്കിലും വലിയ ഇത് നഷ്ടമുണ്ടാകുകയോ ഒരാളുടെ ജീവൻ അവിടെ നിന്ന് തോന്നിയാൽ മതി നമുക്ക് വെടിവെക്കാം. അതിനൊന്നും പോലീസ് പേടിക്കാല്ല. അങ്ങനെയുള്ളവർ ഇതിനകത്ത് വരരുത്, വെടിവെച്ച് തന്നെ ഇട്ടേ പറ്റുള്ളൂ. അതിന് നട്ടെല്ല് വേണം, ചങ്കൂറ്റം വേണം. അങ്ങനെ പോലീസുകാർ പെരുമാറിക്കഴിഞ്ഞാൽ അവർക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്ന, അവർക്ക് പൂർണ്ണമായും പരിരക്ഷ നൽകുന്ന ഒരു ഭരണ നേതൃത്വം വേണം. എങ്കിൽ മാത്രമേ ശ്രീ ജോസഫ് നമുക്കതൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ഏത് ആപൽഘട്ടത്തിലും വളരെ ശക്തമായി ഇടപെടുന്ന ഒരു പോലീസ് സേന ഉണ്ടാവണമെങ്കിൽ എല്ലാ സപ്പോർട്ടും കൊടുക്കുന്ന, എല്ലാ പിന്തുണയും കൊടുക്കുന്ന ഒരു ഭരണ നേതൃത്വം വേണം. ആ ഭരണ നേതൃത്വം, ചങ്കുറപ്പുള്ള ഭരണ നേതൃത്വം നിർഭാഗ്യവശാൽ നമുക്കില്ലാതെ പോയി. ജോസഫ്, സമയപരിമിതി കൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. ഉല്ലാസ് ബാബു, താങ്കൾ എന്തോ നേരത്തെ പറയാൻ പോയതാണ്, പൂർത്തിയാക്കാം. നാളെ പിണറായി വിജയന്റെ ആഭ്യന്തര മന്ത്രാലയം എഴുതി വെച്ചോളൂ, നാളെ റിപ്പോർട്ട് തരും. എന്താണെന്നറിയാമോ? SI അറിയാതെ DYSPയുടെ നേതൃത്വത്തിൽ ഷേഡോ സംവിധാനത്തിന്റെ ഭാഗമായി ഗുണ്ടയെ പിടിക്കാൻ പോയതായിരുന്നു എന്നും പറഞ്ഞൊരു റിപ്പോർട്ടും വരും. ഇതൊക്കെ ഈ നാടകങ്ങൾ കേരളം കുറെ കണ്ടതാണ്. ഉത്തർപ്രദേശിലേക്കും നോക്കി ഇരുന്നിരുന്ന ആളുകൾ അന്ന് UPയിൽ യോഗി ആദിത്യനാഥ് പറഞ്ഞ കാര്യം ശ്രീ അനിൽ നമ്പ്യാർ നിങ്ങൾ ഓർമ്മിക്കണം. അദ്ദേഹം കേരളം പോലെയാകരുത് എന്ന് പറഞ്ഞ സമയത്ത് ഇങ്ങനെ ചാട്ടി കളിച്ചവരല്ലേ ഇവർ. എന്താ ഇപ്പൊ കാണുന്നത്? അവിടെ അദ്ദേഹം ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് നിങ്ങൾ നോക്കണം. ആസ് എ ചീഫ് മിനിസ്റ്റർ, ആസ് എ ഹോം മിനിസ്റ്റർ, അദ്ദേഹം BJP ആയതുകൊണ്ട് നിങ്ങൾ ഇവിടെ കിടന്ന് നൃത്തം കളിച്ചിട്ടോ കളിയാക്കിയിട്ടോ കാര്യമില്ല, നിങ്ങൾക്ക് കഴിവ് കൊണ്ടിട്ട് കാര്യമില്ല. അങ്ങനെയാണ് ഒരു ഭരണ സംവിധാനത്തിൽ കൃത്യമായി ഇടപെടേണ്ടത്. ജോർജ് ജോസഫ് സാർ പറഞ്ഞു, സാറേ ഇതൊന്നും നടക്കാൻ പോണ കാര്യമില്ല, കൃത്യമായി ചെയ്യേണ്ടത് എന്താ? നല്ല നട്ടലുള്ള ആമ്പിള്ളേർ ഈ ഫോഴ്സിലുണ്ട്, കപ്പാസിറ്റി ഉള്ളവരുണ്ട്.
അവരെ നയിക്കുന്നവന്റെ വേഷം കെട്ടാണ് ഈ പ്രശ്നം. ആ നയിക്കുന്നവന്റെ നയം മാറ്റിയാൽ തീർക്കാവുന്ന വിഷയമുള്ളൂ. എത്ര ഗുണ്ടകൾ ഉണ്ടാവും കേരളത്തിൽ അനിൽ നമ്പ്യാരെ? ഒരു 5000 ഉണ്ടാവും. അല്ലെങ്കിൽ തെമ്മാടിപ്പിള്ളേർ എത്ര പേരുണ്ടാവും ഈ വേഷം കെട്ടായിട്ട് നടക്കുന്നവർ? പച്ച മലയാളത്തിൽ ഞാൻ നാടൻ ഭാഷയിൽ പറയാം, ഒരു 5000 തെമ്മാടികൾ ഉണ്ടാവും. ഈ 5000 തെമ്മാടികളെ ഒതുക്കാനുള്ള ഫോഴ്സ് ഇല്ലെന്നാണോ കേരള സംവിധാനത്തിന്റെ അകത്ത്? ആരോടാ പറയുന്നത്? ഈ നവകേരള സദസ്സിന്റെ വണ്ടി ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് മെഡിക്കൽ ഷോപ്പിന്റെ മുമ്പിൽ ആംബുലൻസിനെ തടയാനും ഹെൽമെറ്റ് ഇടാത്തവരെ തടയാനും പിടിക്കാനും വേഷം കെട്ട് കാണിച്ച് ഇങ്ങനെ നെഞ്ചു പിരിപ്പിച്ച് നിൽക്കുന്നവരുടെ പോലീസ് ഓഫീസർമാരുണ്ടല്ലോ, അതിന്റെ പകുതി ശക്തി ഇവർ കാണിച്ചാൽ മതി, ഇവറ്റകള് കൈകാര്യം ചെയ്യാം. പക്ഷേ ഗുണ്ടകളുടെ മുന്നിൽ മുട്ടുവിറക്കും കെ പോലീസിന്. മുട്ടുവിറക്കുന്ന നല്ല കാച്ചു മേടിച്ചു വെച്ചിരിക്കുക. ഈ ഗുണ്ടായിസം മാത്രമല്ല, മണി ചെയ്യൻ നല്ല കച്ചവടം, ഇപ്പോ ക്രിപ്റ്റോ കറൻസി നല്ല കച്ചവടം, ഇപ്പോ സകലവിധ ഈ തുക തെമ്മാടിത്തരം ചെയ്ത് സാമ്പത്തിക ഇടപാടുകൾ അടക്കമുള്ള മണി ചെയിൻ അടക്കമുള്ള ക്രിപ്റ്റോ കറൻസി അടക്കമുള്ള MLM കമ്പനീസ് അടക്കമുള്ള നിരവധി സാധനങ്ങളുടെ സൂത്രപ്പണികൾ ചെയ്ത് അകത്ത് പോയവരൊക്കെ ഇന്ന് പുറത്തു വന്നത് ഏതടിസ്ഥാനത്തിലാ? ഈ സംവിധാനമാണ്, ഈ തട്ടിപ്പിന്റെ അഭ്യാസമാണ്. ഇത് നിർത്തലാക്കാൻ സർക്കാർ തീരുമാനിച്ചില്ല എങ്കിൽ, പോലീസിന്റെ ഒരു DGP ഉണ്ടല്ലോ ഇവിടെ, അദ്ദേഹം അത് തീരുമാനിച്ചില്ലെങ്കിൽ പൊതുജനം കൈകാര്യം ചെയ്തു. ഒരു സംശയം വേണ്ട, പൊതുജനം കൈകാര്യം ചെയ്തോടും. സംഘമാലിയിൽ ഗുണ്ടാ നേതാവിൻ്റെ വിരുന്നിൽ പങ്കെടുത്ത പോലീസുകാർക്കെതിരെ നടപടി. 2 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. DYSPയുടെ ഡ്രൈവർ, ARKMലെ പോലീസുകാരൻ എന്നിവർക്കാണ് സസ്പെൻഷൻ. തമനം ഫൈസലിൻ്റെ അങ്കമാലിയിലെ വീട്ടിലായിരുന്നു വിരുന്നൊരുക്കിയത്. ആലപ്പുഴയിലെ DYSP MG സാബുവും പോലീസുകാരുമാണ് വിരുന്ന് സൽക്കാരത്തിന് എത്തിയത്. നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ ഗുണ്ടാക്രമണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പ്രത്യേക യോഗം വിളിച്ചിരിക്കുന്നത്. അതിന് തലേന്നാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത്. വളരെ ആശങ്കയോടെ മാത്രമേ ഈ വിഷയത്തെ ഇപ്പോൾ നോക്കിക്കാണാൻ ആവുന്നുള്ളൂ. ജനം സ്പെഷ്യൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാവുന്നു. ഇനി സംസ്കൃത വാർത്തകൾ കാണാം അല്പസമയത്തിനകം. നന്ദി, നമസ്തേ.